വലിയ നാണക്കേടുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്കാണ്. നമുക്കറിയാം, ജെഫ്രി എപ്സ്റ്റീൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ലോക നേതാക്കളെ വല്ലാതെ തരത്തിൽ ഭയപ്പെടുത്തുന്നുണ്ട്. നിരവധി ഫയലുകളിൽ നിരവധി വസ്തുക്കൾ പുറത്തു വരുന്നു, നിരവധി ആരോപണങ്ങൾ വരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, രാജകുടുംബാംഗം, ബ്രിട്ടീഷ് രാജകുടുംബാംഗം ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസൺ എന്ന പ്രധാനപ്പെട്ട അവിടുത്തെ രാജകുടുംബാംഗത്തെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. തേംസ് വാലി പോലീസാണ് ആൻഡ്രൂവിനെ ഒരു പകൽ മുഴുവൻ ചോദ്യം ചെയ്ത് അതിനുശേഷം അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റ് രാജകുടുംബത്തിന് വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എപ്സ്റ്റീനുമായുള്ള ബന്ധം തൻ്റെ ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്ത് ആൻഡ്രൂ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചില സ്ത്രീകളുമായി, റഷ്യൻ പെൺകുട്ടികളെ അടക്കം എപ്സ്റ്റീൻ ആൻഡ്രൂവിന് നൽകി. അവരുമായി ലൈംഗിക ബന്ധത്തിലടക്കം ആൻഡ്രൂ ഏർപ്പെട്ടു. ഇതിനൊക്കെ ബ്രിട്ടീഷ് സേനയിലെയും മറ്റും പ്രധാനപ്പെട്ട നേതാക്കൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അതായത് തലപ്പത്തുള്ള പല ആളുകളും ഇതിന് സാക്ഷികളായിരുന്നു എന്ന വിവരം കൂടി ബ്രിട്ടനെ വല്ലാതെ നാണം കെടുത്തിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പൊതുപദവിയിലിരിക്കെ ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസ് ഈ അപ്രതീക്ഷിത നടപടി നടത്തിയത്. കിങ് ചാൾസ് മൂന്നാമൻ്റെ സഹോദരൻ കൂടിയാണ് ആൻഡ്രൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രാജകുടുംബത്തിൻ്റെ പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ രാജകുടുംബം പറയുന്നത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് അനൗദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് എന്നാണ് ബ്രിട്ടീഷ് ഭരണകൂടമടക്കം മുന്നോട്ട് വെക്കുന്ന കാര്യം. ഏതായാലും ട്രംപ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. വല്ലാത്ത നാണക്കേടാണ് ബ്രിട്ടീഷ് രാജകുടുംബത്തിന് എന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. I can actually speak about it very nicely. I think it's a shame. I think it's very sad. I think it's so bad for the royal family. It's a very, very sad. To me, it's a very sad thing. When I see that, it's a very sad thing. To see it and to see what's going on with his brother, who's obviously coming to our country very soon, and he's a fantastic man, the king. So I think it's a very sad thing. It's really interesting because nobody used to speak about Epstein when he was alive, but now they speak. But I'm the one that can talk about it because I've been totally exonerated. I did nothing. In fact, the opposite. He was against me. He was fighting me in the election, which I just found out through the last 3 million pages of documents. അതായത് ജെഫ്രി എപ്സ്റ്റീന്റെ ലൈംഗിക ചൂഷണങ്ങൾക്കും ഇടപാടുകൾക്കും ഔദ്യോഗിക പദവി ആൻഡ്രൂ മറയാക്കിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പദവികൾ ഇതിനകം തന്നെ നീക്കം ചെയ്ത പശ്ചാത്തലം കൂടിയുണ്ട്. വിവാദങ്ങൾ പ്പോൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ നടപടിയിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. സൈനിക ബഹുമതികളിൽ നിന്നും കിങ്സ് ചാൾസ് ആൻഡ്രൂവിനെ നീക്കം ചെയ്തിരുന്നു. വല്ലാത്ത നാണക്കേടാണ് ഇത് ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ സംഭവിപ്പിച്ചിരിക്കുന്നത്. അവർ വല്ലാത്ത പ്രതിസന്ധിയിലുമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. PR കാർത്തിക് തുടരുന്നുണ്ട്. കാർത്തിക്, ഈ എപ്സ്റ്റീൻ്റെ കുടുക്കിൽപ്പെട്ട നിരവധി നേതാക്കൾ, നിരവധി പ്രമുഖരുടെ പട്ടികയിൽ ഇപ്പോൾ ആൻഡ്രൂവും വരികയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നീക്കത്തിലേക്കാണ്? ഇയാളെ പദവികൾ നീക്കം ചെയ്തു, അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. ഇനിയും നിയമ നടപടികൾ സ്വാഭാവികമായും ആൻഡ്രൂ നേരിടേണ്ടി വരുമല്ലോ. ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ആൻഡ്രൂവിനെതിരെ ഒരു പൊതുവികാരം ബ്രിട്ടനിൽ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഫെബ്രുവരി ആദ്യവാരത്തോടുകൂടി ഇത്തരം ആരോപണങ്ങൾ എല്ലാം അന്വേഷിക്കും എന്ന് രാജകുടുംബം വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയായിരുന്നു അന്വേഷണം. കഴിഞ്ഞ ദിവസമാണ് ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസറിനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഒരു പകൽ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. മാത്രമല്ല, ആൻഡ്രൂ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വിശദമായ പരിശോധനകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളാകും ഇനി ഉണ്ടാവുക. നേരത്തെ തന്നെ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ആൻഡ്രൂ നൽകിയിരുന്ന വിശദീകരണം, എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അതോടൊപ്പം തന്നെ ലൈംഗിക കുറ്റവാളിയായ എപ്സ്റ്റീനുമായുള്ള സൗഹൃദത്തിൽ ഖേദമുണ്ടെന്നും ആൻഡ്രൂ പല ഘട്ടങ്ങളിലായി പ്രതികരിച്ചിരുന്നു. സമാനമായ മൊഴിയാണ് തേംസ് വാലി പോലീസിനും കഴിഞ്ഞ ദിവസം അദ്ദേഹം നൽകിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം അയൽഷാം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹം മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ തേംസ് വാലി പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നില്ല. എന്തായാലും ബ്രിട്ടീഷ് സർക്കാരുമായി ബന്ധപ്പെട്ട വ്യാപാര റിപ്പോർട്ടുകൾ 2010 ആൻഡ്രൂ ജെഫ്രി എപ്സ്റ്റീന് കൈമാറിയെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പരിശോധിക്കുന്നതും. നേരത്തെ തന്നെ പല വിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ട ഫയലുകളിൽ ആൻഡ്രൂവിൻ്റെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചിത്രങ്ങളാണ് വിവാദമായത്. ആൻഡ്രൂ ഒരു തറയിൽ കിടക്കുന്ന യുവതിക്ക് സമീപമായി മുട്ടുകുത്തി നിൽക്കുന്ന ആൻഡ്രൂവിൻ്റെ ചിത്രമാണ് ആ ഘട്ടത്തിൽ പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് ഒരു വിശദമായ അന്വേഷണം നടത്തുന്നതും. എന്തായാലും ഒരു പകൽ നീണ്ട ചോദ്യം ചെയ്യൽ ശേഷം ആൻഡ്രൂവിനെ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നു. ആൻഡ്രൂവിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ
തുടരന്വേഷണം ഉണ്ടാകും എന്നാണ് തെയിംസ് വാലി പോലീസ് നൽകുന്ന സ്റ്റേറ്റ്മെന്റിൽ അവർ നൽകുന്ന വിശദീകരണം. സ്വാഭാവികമായും ഇത് രാജകുടുംബത്തിന് വലിയ ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ചാൾസ് മൂന്നാമൻ രാജകുമാരൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് നിയമത്തിന്റെ വഴിയെ പോകുമെന്നും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ രാജകുടുംബത്തിന്റെ പൂർണ്ണ സഹകരണം ഉണ്ടാകും എന്നാണ്. ഇത് തന്നെയാണ് ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ഔദ്യോഗിക പ്രതികരണം. എന്തായാലും ഈ സംഭവം ഒന്നിനു പിറകെ ഒന്നായി ആൻഡ്രൂ ചെന്നുപെടുന്ന വിവാദങ്ങൾ. ഒപ്പം കഴിഞ്ഞ ദിവസം ആൻഡ്രൂവിൻ്റെ ജന്മദിനമായിരുന്നു. ജന്മദിനത്തിൽ ആദ്യമായി ഒരു രാജകുടുംബാംഗം ഇത്തരമൊരു കേസിൽ അറസ്റ്റിലാകുന്നു. ഇതെല്ലാം ബ്രിട്ടീഷ് രാജകുടുംബത്തിന് വലിയ ക്ഷീണമുണ്ടാക്കുന്നു, ഒപ്പം നാണക്കേടുണ്ടാക്കുന്നു. ട്രംപ് അടക്കം ഈ വിവാദവുമായി എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നേരത്തെ പേര് വന്ന ട്രംപ് അടക്കമുള്ളവർ ഇത് ദുഃഖമുണ്ടാക്കുന്നതാണെന്നും രാജകുടുംബത്തിന് നാണക്കേടാണ് എന്ന പ്രതികരണം കൂടി യുഎസിന്റെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ വരുന്നു. ശരി കാർത്തിക്, വിശദമായ റിപ്പോർട്ടിന്. ഏതായാലും രാജകുടുംബത്തിലേക്കും എപ്സ്റ്റീൻ ഫയൽസിന്റെ വ്യാപനം ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ ഗൗരവതരമായ കാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.